വെള്ളാപ്പള്ളി നടേശന് പിന്തുണയുമായി ബി.ജെ.പി. ഒ.ബി.സി. സംവരണത്തിൽ ചില മതങ്ങൾ വെള്ളം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അതിൽ എതിർത്തു നിൽക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഭൂമിശാസ്ത്രപരമായി ഒരു മതം മാത്രമായി കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ ജനാധിപത്യം ഉണ്ടാകില്ല എന്ന് ബി.ജെ.പി. കേന്ദ്ര കമ്മിറ്റി അംഗം കെ. സുരേന്ദ്രൻ. എസ്.എൻ.ഡി.പി. സമൂഹം നേരിടുന്ന വെല്ലുവിളിയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചതെന്ന് എം.ടി. രമേശും പി.കെ. കൃഷ്ണദാസും കൂട്ടിച്ചേർത്തു. മലപ്പുറം പ്രത്യേക രാജ്യവും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനവും എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ പിന്തുണയുമായി ബി.ജെ.പി. ഒ.ബി.സി. റിസർവേഷനിൽ ചില മതങ്ങൾ വെള്ളം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അതിൽ എതിർത്തു നിൽക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ ഒ.ബി.സി. റിസർവേഷൻ ഇഴവ കമ്മ്യൂണിറ്റീസും മറ്റേ ഒ.ബി.സി. കമ്മ്യൂണിറ്റീസും വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ്. അത് ആരും ബാക്ക് ഡോർ കൂടെയോ ഒരു മതം ബേസ്ഡ് റിസർവേഷൻ ആക്കാൻ ശ്രമിക്കാൻ പാടില്ല. അതിന് ഞങ്ങൾ ഓപ്പോസ് ചെയ്യും. ഭൂമിശാസ്ത്രപരമായി ഒരു മതം മാത്രമായി കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ ജനാധിപത്യം ഉണ്ടാകില്ല എന്ന് ബി.ജെ.പി. കേന്ദ്ര കമ്മിറ്റി അംഗം കെ. സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? അത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം ഡെമോഗ്രഫി ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വരുമ്പോൾ അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല, മതേതരത്വം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വം ഒന്നും പുലരാൻ പോകുന്നില്ല. ബി.ജെ.പിക്ക് മലപ്പുറം ജില്ലയോട് വിരോധമില്ല. മലപ്പുറത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണം കൂടുതലാണ്. എസ്.എൻ.ഡി.പി. യോഗത്തിന് അവരുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് എം.ടി. രമേശ് പറഞ്ഞു. ബി.ജെ.പിക്ക് മലപ്പുറം ജില്ലയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലല്ലോ. കേരളത്തിലെ ഒരു ജില്ലയല്ലേ മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ എക്കാലത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്നത്. അതിനർത്ഥം മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്നവരെല്ലാവരും അങ്ങനെയാണെന്നല്ലല്ലോ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പ്രദേശമാകെ മോശമാണ് നമുക്ക് പറയാൻ സാധിക്കും. അത് കേരളത്തിന്റെ ഭാഗമല്ലേ. അത് വെള്ളാപ്പള്ളി പ്രതിനിധീകരിക്കുന്ന സമൂഹം നേരിടുന്ന വെല്ലുവിളിയാണ്. കോൺഗ്രസിന്റെയും ഇടതിന്റെയും പ്രീണന സമീപനം മൂലം പിന്നോക്കാവസ്ഥ നേരിടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്നും ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. എസ്.എൻ.ഡി.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം ഏത് വിഭാഗത്തെയാണോ പ്രതിനിധീകരിക്കുന്നത് അവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് പറയാനുള്ള അർഹത ശിവൻ വെള്ളാപ്പള്ളി നടേശനുണ്ട്. അതായത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സ്വീകരിക്കുന്ന ഈ പ്രീണന സമീപനം അതുമൂലം വിവിധ മതവിഭാഗങ്ങൾക്ക്, ആ മതവിഭാഗങ്ങളിലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് വലിയ പിന്നോക്കാവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പിന്നോക്കാവസ്ഥയെക്കുറിച്ചാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിന് പറയാനുള്ള അർഹതയുണ്ട് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എസ്.എൻ.ഡി.പി. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ അവകാശങ്ങൾ ലഭിക്കാതെ പിന്നാക്കം നിൽക്കുന്ന സമൂഹത്തിനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു ബി.ജെ.പി. നേതാക്കൾ. ജനം, തിരുവനന്തപുരം.